ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് SITക്ക് മുന്നിൽ ഹാജരാകാതെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഒഴിഞ്ഞു മാറുകയാണ്. സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയൊരു നോട്ടീസ് കൊടുക്കും. ചോദ്യം ചെയ്യൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനും SITക്ക് ആലോചനയുണ്ട്. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഈ പത്മകുമാറിന്റെ കാര്യം എടുത്താൽ അദ്ദേഹം സൂപ്പർ കൂളാണ്. തനിക്ക് SITയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും പിന്നെ താൻ എന്തിന് SITക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് അദ്ദേഹം വ്യക്തിപരമായി ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിക്കാൻ പത്മകുമാർ എന്തായാലും തയ്യാറല്ല. പതിവ് ദിനചര്യകളുമായി പത്മകുമാർ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം രാവിലെ ബാഡ്മിൻ്റൺ ഉൾപ്പെടെ കളിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 വാഹനങ്ങളും വീട്ടിൽ തന്നെയുണ്ട്. എന്തായാലും പത്മകുമാർ എപ്പോൾ ഹാജരാകുമെന്നൊരു ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള SIT സോഴ്സുകൾ പറയുന്നത് പത്മകുമാറിന് നോട്ടീസ് നൽകി അദ്ദേഹം കുറച്ച് അവധി ചോദിച്ചു, പിന്നീട് ഹാജരാകാൻ എന്നൊരു അനുമതി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് തിരുവനന്തപുരത്ത് SIT സോഴ്സുകൾ നൽകുന്ന വിവരം. പക്ഷേ പത്മകുമാറിലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു നോട്ടീസേ ലഭിച്ചില്ല എന്നാണ് പത്മകുമാറിൻ്റെ ഒരു വിശദീകരണം. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കുന്നുമില്ല. തനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ലെന്ന പഴയ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പത്മകുമാറിനെ അധികം വൈകാതെ SIT കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ചോദ്യം ചെയ്യാൻ ഹാജരാകാത്ത മുറയ്ക്ക് എന്തായാലും പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ തുടരുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമവഴിയിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും തൽക്കാലം SIT സംഘം ഈ ആറന്മുളയിലേക്ക് വന്ന് കസ്റ്റഡി ഏൽക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം കുറച്ചുകൂടി സാവകാശം നൽകിക്കൊണ്ട് പത്മകുമാർ എത്തട്ടെ എന്നൊരു നിലപാടിലാണ് SIT ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പത്മകുമാർ എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, പഴയ MLA ആണ്. അങ്ങനെ അത്തരം ഒരു പ്രിവിലേജുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാവകാശം നൽകി എത്തുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നീക്കാമെന്നാണ് നിലവിൽ SITയുടെ ധാരണ. അങ്ങനെ ഒരിക്കലും എത്തില്ല എന്ന നിലപാടാണെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തേക്കാം. പക്ഷേ അതിൽ ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം SIT കുറച്ചുകൂടി പിടിച്ച് പത്മകുമാറിൻ്റെ കേസിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ SIT കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെയായി 2019 കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുടെ വീട്ടിലെത്തി അവരിൽ നിന്ന് മൊഴി ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. അതായത് N വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് SKN കൃത്യമായി N വാസുവിനെതിരെയൊക്കെ കൃത്യമായ മൊഴികൾ പല ഉദ്യോഗസ്ഥരിൽ നിന്നും ശേഖരിച്ച് അദ്ദേഹത്തെ N ബ്ലോക്കായി ലോക്ക് ചെയ്തതിനു ശേഷമാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ പത്മകുമാറിൻ്റെ കേസിൽ SIT ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കൃത്യമായ മൊഴികൾ SIT നിലവിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും അദ്ദേഹത്തെ ലോക്കാക്കിയതിനു ശേഷം ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് SIT കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.